ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന സ്പെയിനെ കുറിച്ചാണ്. സ്പെയിൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. മൂവീസിലൊക്കെ കണ്ട ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രി കൂടിയാണ് സ്പെയിൻ. മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിൽ വെച്ച് സ്പെയിൻ എന്തുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത് നമുക്ക് കൂടുതലായി കാണാം. സ്പെയിൻ എന്ന് പറയുന്നത് യൂറോപ്പ് സൈഡ്, സൗത്തേൺ യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് കൺട്രി ആൻഡ് ഫോർത്ത് പോപ്പുലസ് കൺട്രി കൂടിയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് ഉള്ള സ്പോട്ടാണ് സ്പെയിൻ. ആൻഡ് സ്പെയിനിലെ മറ്റുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൾച്ചർ, ഹിസ്റ്ററി ഇതൊക്കെയാണ് വേറിട്ട് നിൽക്കുന്നത്. ക്യാപിറ്റൽ വരുന്നത് മാഡ്രിഡ് സിറ്റി ആണ്. ആൻഡ് പോപ്പുലേഷൻ 4.83 crores ആണ് അവരുടെ അപ്രോക്സ് പോപ്പുലേഷൻ വരുന്നത്. ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്. ആൻഡ് കറൻസി യൂറോപ്പ്. കോണ്ടിനെന്റ് വരുന്നത് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആണ്. ടൈം എന്ന് പറയുന്നത് GMT+2 ആണ് അവരുടെ ടൈം വരുന്നത്. പിന്നെ മറ്റുള്ള നോക്കുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ ഫെസ്റ്റിവൽസ് ആണ്. അവരുടെ റിച്ച് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ആണ്. ഫെസ്റ്റിവൽസ് വരുന്നുണ്ട്, വേൾഡ് ക്ലാസ് ക്വിസീൻസ് വരുന്നുണ്ട്. മെയിനായിട്ട് വൈബ്രന്റ് ഫെസ്റ്റിവൽ ഒന്നാണ് ഈ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നമ്മൾ മൂവീസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും ഈ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ. വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഫുഡ് ഫൈറ്റ് എന്നാണ് ഈ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. ആളുകൾ അതിനു വേണ്ടി മാത്രം സ്പെയിൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 20,000 പീപ്പിൾ വെച്ചിട്ടുണ്ടാകുന്ന ഒരു ഫുഡ് ഫൈറ്റ് ആണ്. ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്രേസും കൂടി ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഈ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പിന്നെയുള്ള ബാക്കിയുള്ള ഫെസ്റ്റിവലാണ് സെമാൻഡ സാൻഡ. അതൊരു ഹോളി വീക്കാണ് സ്പെയിനിലെ. അതുപോലെ തന്നെ ലാസ് വെലാസ് ഫെലൻസിയ എന്ന് പറയുന്നത്. കാർണിവൽ ഫെസ്റ്റ് ഉണ്ട്, അവരുടെ തന്നെ വൈൻ ഫെസ്റ്റിവൽ ഉണ്ട്. ഇതൊക്കെ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. പിന്നെ അവരുടെ വേൾഡ് ക്ലാസ് ക്വിസീൻസ് ഉണ്ട്. ഫേമസ് ഫുഡ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഫുഡ്സ് ആണ് അവിടെ ഉള്ളത്. പിന്നെ ആണെങ്കിൽ അവരുടെ സ്റ്റണ്ണിങ് ബീച്ചസ് ഉണ്ട്. അതായത് മോസ്റ്റ് വിസിറ്റഡ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ ദ യൂറോപ്പ് എന്ന് അറിയപ്പെടുന്നത് കോസ്റ്റ ബ്രാവ ആൻഡ് കോസ്റ്റ ഡെൽ സോൾ. ഇത് രണ്ടും സ്പെയിനത്തിന് ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ്. അതിന് മെയിനായിട്ട് ഫേമസ് ആക്കുന്നത് അവർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആൻഡ് ഗോൾഡൻ സാൻഡ് ആണ് അവർ ഫേമസ് ആക്കുന്നത്. ബെസ്റ്റ് ടൈം ടു ട്രാവൽ ടു സ്പെയിൻ. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഏത് ടൈമാണ് നമുക്ക് സ്പെയിൻ വിസിറ്റ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. സ്പെയിന് ത്രൂ ഔട്ട് ഇയർ നമുക്ക് ബെസ്റ്റ് ടൈമാണ്. എന്നാലും സ്പെയിനെ കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ സ്പെയിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റിയ മന്താണ് ജൂൺ ടു സെപ്റ്റംബർ എന്ന് പറയുന്നത്. ആ സമയത്ത് വാം വെതർ ആയിരിക്കും. നമുക്ക് സൈറ്റ് സീയിങ് ആയിക്കോട്ടെ, അട്രാക്ഷൻസ് ആയിക്കോട്ടെ കൂടുതലും കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമാണ്. പക്ഷെ അവരുടെ വിന്റർ മന്ത്സ് ആയാലും ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി അതും നമുക്ക് കൂടുതൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്ത് നമുക്കൊരു കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ സ്പെയിനിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് എന്ന് പറയുന്നത് മാഡ്രിഡ്, ബാർസലോണ, സെവിലെ, വെലൻസിയ ആൻഡ് കാർഡോബ. സ്പെയിനിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റീസ് ആണ് ഈ അഞ്ചും. ആൾക്കാർ കൂടുതലും ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സിറ്റീസാണ് ഇത്. മാഡ്രിഡ് എന്ന് പറയുന്നത് തന്നെ സ്പെയിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റി ആണ്. അതും കൂടുതലായിട്ട് അവിടെ തന്നെ ഐക്കോണിക് പ്ലേസസ് ഉണ്ട്. അതിൻ്റെ റിച്ച് കൾച്ചർ, ഹെറിറ്റേജ് ഇതൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു സിറ്റിയാണ് മാഡ്രിഡ് സിറ്റി എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ട് ഫേമസ് ആക്കാൻ കാരണം തന്നെ അവരുടെ ഒരു കൾച്ചറാണ്. പിന്നെ കൂടുതലും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് സ്പെയിനിലെ മാഡ്രിഡ് സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിൻ്റെ ഹോം സ്റ്റേഡിയം ആണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട്. ഫുട്ബോൾ ലവേഴ്സിനായാലും മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഈ മാഡ്രിഡ് എന്ന് പറയുന്നത്. രണ്ടാമത് വരെയാണ് നോക്കുകയാണെങ്കിൽ ബാർസലോണയാണ്. ബാർസലോണ നോക്കുകയാണെങ്കിൽ അവരുടെ ഈ കാത്തലിക്കും അവരുടെ കൾച്ചർ അതൊക്കെയാണ് മെയിനായിട്ട്. റോമൻ കാത്തലിക് അതൊക്കെ മെയിനായിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ബാർസലോണ പറയുന്നത്. അതിൽ ഫേമസ് ആണ് സെഗ്രാഡ ഫാമിലിയ എന്ന് പറയുന്നത്. അത് ആന്റണി ഗൗഡി എന്ന് പറയുന്ന ആർക്കിടെക്ചർ ആളുടെയാണ് ഈ സെഗ്രാഡ ഫാമിലിയ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നത് ബാർസലോണ സിറ്റിയിൽ ഇതാണ്. അത്രയും ആർക്കിടെക്ചറൽ ഇന്റീരിയേഴ്സ് ഒക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കത്തീഡ്രൽ കൂടിയാണ് ഇത്. പിന്നെ നോക്കുകയാണെങ്കിൽ സെവിലിയാണ്. സെവിലിയ നമുക്ക് ഫേമസ് ആക്കുന്നത് അവരുടെ ഫ്ലമംഗോ ഡാൻസിങ്. നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ഡാൻസ് ഷോ ആണത്. അത് ഫേമസ് ആക്കി നിൽക്കുന്നത് സെവിലിയാണ്. അതുപോലെ തന്നെ ബുൾ ഫൈറ്റ്, മെയിനായിട്ടുള്ള ബുൾ ഫൈറ്റ് അവിടുത്തെ ഫെസ്റ്റിവലിൽ മെയിൻ ഫെസ്റ്റിവലാണ്. ഒരു സ്റ്റേഡിയത്തിൽ അത്രയും ആൾക്കാർ നിന്ന് ആ ഫെസ്റ്റിവലിൽ കാണാൻ ബുൾ ഫൈറ്റിംഗ് ആണ്. അതും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ ഇത് നമുക്കൊരു യൂറോപ്പിൻ്റെ തന്നെ ഒരു ഇസ്ലാമിക് കൾച്ചർ ആൻഡ് ആർക്കിടെക്ചർ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് സെവിലിയ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ആൻഡ് ഫുഡ് എക്സ്പ്ലോർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിറ്റിയിൽ നമുക്ക് പറ്റും. അടുത്ത വരുന്ന സിറ്റിയാണ് വെലൻസിയ എന്ന് പറയുന്നത്. വെലൻസിയ സ്പെയിനിൽ ഒരു ചീപ്പസ്റ്റ് സിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ മെയിനായിട്ട് നടക്കുന്ന ഒരു സിറ്റി കൂടിയാണ് വെലൻസിയ എന്ന് പറയുന്നത്. അവിടെ ബുഞ്ഞോളിലാണ് ടൊമാറ്റിനോ ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ വരുന്നത് കാർഡോബയാണ്. സ്പെയിനിൽ തന്നെ ഹോട്ടസ്റ്റ് സിറ്റി എന്നാണ് ഈ കാർഡോബ അറിയപ്പെടുന്നത്. അതൊരു വാം ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ അതിന് കൂടുതലും ഹോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു റോമൻ ആൻഡ് ഇസ്ലാമിക് കൾച്ചർ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ സ്പെയിനിലെ മെയിൻ എയർപോർട്ട്സ് ആണ്. സ്പെയിനിലെ മേജർ എയർപോർട്ട്സ് എന്ന് പറയുന്നത് ബാർസലോണ സിറ്റി ആൻഡ് മാഡ്രിഡ് സിറ്റിയിലാണ് ഇന്റർനാഷണൽ എയർപോർട്ട് മെയിൻ വരുന്നത്. പിന്നെ ആണെങ്കിൽ സ്പെയിനിലെ വിസ എന്ന് പറയുന്നത് ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസയിൽ നമുക്ക് സ്പെയിനിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേഷൻ വീഡിയോസിന് വേണ്ടി ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.